ദിവസത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വാട്ട് വാസ് ഡേ 1? വാട്ട് വാസ് ഡേ 2? മൂന്നാമത്തെ ദിവസം ശിഷ്യ സാക്ഷാത്കാരം. ഒരു പക്ഷേ റിസോഴ്സിയോനെ സംബന്ധിച്ചിടത്തോളം, ഈ ദിശാരി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അണ്ടർസ്റ്റാൻഡിങ് യുവർ ചൈൽഡ്. പിന്നെ ഇന്നലത്തെ ആക്ടിവിറ്റി ഞാൻ പാക്ക് ചെയ്യുന്ന തുടങ്ങാം. ഇന്നലെ ചരട് പിടിച്ചുകൊണ്ടിരുന്ന ആക്ടിവിറ്റി ശരിക്കും വീട്ടിൽ ചെന്നിട്ട് ഞാൻ മമ്മിക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് കൊളത്തിട്ട് വലിക്കായിരുന്നു ആ ചരടിൻ്റെ പിടുത്തം. സേതു സാർ അവിടെ നിന്ന് ചരട് ആ സ്റ്റുഡൻറ്റിൻ്റെ ബോക്സ് പോണ പോക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ നിന്ന് കൈ വിട്ട് പോണൊരു സംഭവം തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി സിസ്റ്റർ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഈ കപ്പിൽ മുങ്ങരുതെന്നായിരുന്നു സിസ്റ്ററിൻ്റെ പ്ലാൻ എന്ന് എനിക്കറിയാം. മനസ്സിലായി. ഒറ്റയടിക്ക് എനിക്ക് കാര്യം പിടുത്തം കിട്ടി. ഒരു സംഭവം സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ അവിടുത്തെ ഓരോ എലമെൻറ്റും ഇമ്പോർട്ടൻ്റാണ്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റാണ്. എന്നോട് പലപ്പോഴും ടീച്ചർമാർ ഇവിടെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ, ബിസ്മ നീ 9 മണി 10 മണി വരെ വർക്ക് ചെയ്യേണ്ട ആനുവൽ ഡേക്ക് എന്തിനാ ഇരിക്കണേ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പല ടീച്ചേഴ്സിനോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ എൻ്റെ സ്കൂള് താഴെ പോരുന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സിസ്റ്റർ നാണം കിടന്നൊരാഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ വർക്ക് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ വർക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു ആനുവൽ ഡേ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ വന്നിട്ട് 10-21 വർഷമായി. ഈ ടെക്നിക്ക് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു, എനിക്കത്ര ഓർമ്മയുണ്ടല്ല കറക്റ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ പറൂര് സ്കൂളിൽ ഇവിടുന്ന് ജെയിൻ മിനിസ്റ്റർ ഞാനും കൂടി പോയി കണ്ട്, അവിടെ നിന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, LED വാൾസ് ഒക്കെ വെച്ചാണ് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യണേ. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ LED-യുടെ എല്ലാ പ്രോഗ്രാം ചെയ്തതിലും ഒരു വർക്ക് ഞാൻ കോപ്പി എടുക്കാറില്ല. മിക്കപ്പോഴും ആകെ ഒരു ദീപങ്ങൾ തെളിയിക്കൽ മാത്രം കോപ്പി എടുക്കാറുള്ളൂ. വേറെ ഒരു സാധനം കോപ്പി എടുക്കാറില്ല. കാര്യം അടുത്ത ദിവസം ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യാറ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഡിസ്പ്ലേ എന്തിന് ഇത്ര ഇൻപുട്ട്. ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു സാധനം എനിക്ക് 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് വാശിയുണ്ട്.
അതൊരു സംഭവം. ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, നീ നിന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഫാമിലി അവിടെ തകരണം, നീ അറിയണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചിലർ. ഇന്നലെ എന്നോട് എൻ്റെ നെഗറ്റീവ് സൈഡിലും ശരിക്കും എൻ്റെ ഫോൾട്ട് അതൊക്കെ തന്നെയെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ള അറ്റൻഷനൊക്കെ ഏകദേശം കൊടുത്തൊക്കെ പോകാറുണ്ട്. ഞാൻ എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ തോന്നാറുണ്ട്. ചിലയിടത്ത് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്നത് ഡിസർവിങ് അല്ലയോ എന്നൊക്കെ ഇന്നലെ എനിക്ക് തോന്നിയിരുന്നു. ഇന്നലെ അല്ല, ഇടയ്ക്കിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ചെയ്തിട്ടും ഞാൻ എപ്പോഴേക്ക് കാലത്ത് ഞാൻ വരുമ്പോൾ ലേറ്റായി പോകും. അപ്പോൾ എനിക്ക് AB കിട്ടും. ഈ രാത്രി പണിയെടുത്തിട്ട് എത്ര ദിവസം പണിയെടുക്കാന്ന് അറിയില്ല. മിക്കപ്പോഴും എല്ലാവരും പോയിക്കൊണ്ടൊക്കെ ഞാൻ പോണതൊക്കെ. അപ്പോഴും കാലത്ത് വരുമ്പോൾ ഇത് AB വരച്ചു വയ്ക്കുന്നുണ്ടാവും, ആബ്സെൻ്റ് എന്ന്. കാര്യം ഒരു 2-3 മിനിറ്റ് ആയിരിക്കും ലേറ്റ്. അത് ഏതെങ്കിലും മിക്കവാറും കൊച്ചു ടോയ്ലറ്റിൽ പോവുക, എങ്ങനെ എന്തെങ്കിലും കേസായിരിക്കും. പലപ്പോഴും എന്നെ നെഗറ്റീവ് പുൾ ഔട്ട് ചെയ്യേണ്ട ഈ വർഷം ശരിക്കും പറഞ്ഞാൽ. ഞാനപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിച്ചു പലതും. പക്ഷെ ഇന്നലെ ആ ഗ്രൗണ്ടിൽ വന്നിരുന്നപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി മറ്റേ ത്രെഡ് കൊടുത്തിട്ട് വലിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ആക്ടിവിറ്റി അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും, കിടന്നിട്ട് കൈ നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത്തിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷേ കിടക്കാനുള്ള ഇൻഹിബിഷൻ ആയിരിക്കാം മൈബി, എല്ലാവർക്കും അത് വില്ലിങ് ആയില്ല. പക്ഷെ ഞാനവിടെ കിടക്കാൻ പോയി, ഒരാളുടെ സാരിത്തുമ്പം പിടിക്കണം, മറ്റാളുടെ അറ്റവും പിടിക്കണം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുൾ ഔട്ട് വരുമ്പോൾ ശരിക്കും എൻ്റെ ഇവിടെ വലിയുണ്ട്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ തോന്നിയില്ല. ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടി തോക്കണേന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ടീച്ചറിന് വേണം. അവൻ്റെ പുറകെ ഞാൻ എടുക്കാറുണ്ട് പണി, ഇനിയും എടുക്കുമെന്ന് എനിക്ക് തോന്നി. ഇത് ശരിയാണെന്നും എനിക്ക് തോന്നി. എൻ്റെ ഇടയിൽ എന്നാലേ അവനെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ എന്നൊരു വാശി എനിക്ക് തോന്നി. അതാണല്ലോ നമ്മുടെ ടീം എഫേർട്ട്, അതല്ലേ വേണ്ടേ. ഈ 2 ദിവസത്തെ ട്രെയിനിങ് സക്സസ് ആയിട്ട് തീർന്നല്ലോ എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ സന്തോഷം. ഇനിയും 2 ദിവസം നമ്മൾ സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോകും അല്ലേ. അപ്പോൾ ആദ്യം തുടങ്ങിയ ഓരോ ആക്ടിവിറ്റീസിലും നമുക്കുണ്ടാകുന്ന ആ ഒരു ടീം സ്പിരിറ്റ്, എനിക്കറിയില്ല, ഓരോരുത്തരും അവരവരല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം, പേഴ്സണലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലേ, ഒരുപാട് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നലെ എനിക്ക് രാവിലെ മുതൽ തലവേദനയായിരുന്നു. പക്ഷെ പലപ്പോഴും ആ തലവേദന ഉണ്ടെന്ന് ഞാൻ ഓർക്കണേ ഇല്ല. ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം ഒരുമിച്ച് മുന്നേറി. പക്ഷെ ഇന്നലെ വീലിൻ്റെ ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒപ്പം സിസ്റ്റർ ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫുൾ എനർജിയാണ്. അപ്പോൾ സിസ്റ്റർ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കുറവായിട്ട് തോന്നി. എങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു കുറവ് ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ അത് മറിച്ച് സിസ്റ്റർ വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിൻ ചെയ്യണം, എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ സാറ് അതിൽ ഓരോരുത്തരെയും ഇത്രയും പേഴ്സണലായിട്ട് ഒബ്സർവ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇന്നലത്തെ ആ നെറ്റ്വർക്ക്, അത് എനിക്ക് ഇന്നലെ വീട്ടിൽ ചെന്ന് കിടന്നിട്ടും അതങ്ങോട്ട് മായണുണ്ടായിരുന്നില്ല. ഓരോരുത്തരോടും വിട്ടു എന്ന് പറഞ്ഞിട്ട് ആർക്കും വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം സാറ് വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിട്ടുപോയി ഞങ്ങള്. പക്ഷെ എന്നാലും അവസാനം ആ സിസ്റ്റർ പിടിച്ചുകൊണ്ട് നിൽക്കണത്, ആ ഫേസ് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. സിസ്റ്റർ നമ്മൾ ഒരിക്കലും വിട്ടുകളയില്ല, ആര് പറഞ്ഞാലും വിട്ടുകളയില്ല. നമ്മുടെ കണക്ഷൻസ് എന്നും സ്ട്രോങ് ആയിട്ടുണ്ടാകും അല്ലേ. നമ്മളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നോ ഡ്രൈവർ എന്നോ സെക്യൂരിറ്റി എന്നോ ആർക്കും ഒരു ഡിഗ്രേഡും ചെയ്യാതെ എന്നും ഒരുമിച്ച്. സാറേ, ഞങ്ങൾ ഈഗിൾസോ വാരിയേഴ്സോ ഒന്നുമല്ല, വി ആർ ജ്യോതിയൻസ്. താങ്ക് യു.
ഞാൻ മാക്സിമൈസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ലേഡീസ് എന്നാണല്ലോ, അപ്പം 5 ലേഡീസിനെയാണ് സർവൈവൽ ബോട്ടിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഓഫ് കോഴ്സ് പ്രഗ്നൻറ്റ് ലേഡിയാണ് എമിലി. കാരണം അവരുടെ വയറ്റിൽ 2 ട്വിൻസാണ് വളരുന്നത്. അപ്പം അമ്മയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ 3 പേരുടെ ജീവനാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് സോഫിയ, എ സിംഗിൾ മദർ വിത്ത് 3 ചൈൽഡ്. ഇവിടെയും ആ അമ്മയെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ആ കുട്ടിക്ക് സ്വന്തം അമ്മയെ കിട്ടുകയുള്ളൂ. കാരണം ഓൾറെഡി അച്ഛനെ നഷ്ടപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും സോഫിയെ രക്ഷപ്പെടുത്തും. പിന്നെ മായ, എ ചൈൽഡ് വിത്ത് ടെർമിനൽ ക്യാൻസർ. ഒരു ചെറിയ കുട്ടിയാണ്, ക്യാൻസർ രോഗിയാണ്, എങ്കിലും ആ കുട്ടിയുടെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ആ കുട്ടിയെ രക്ഷിക്കും. പിന്നെ നെക്സ്റ്റ് ഏഞ്ചല. ഓഫ് കോഴ്സ് ഏഞ്ചല എന്നുള്ളത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല, അവരെയും ഞങ്ങൾ രക്ഷിക്കും. പിന്നെ നെക്സ്റ്റ് ലീസ, റിലീജിയസ് ലീഡറാണ്. അവരെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. തീർച്ചയായും അവരെ രക്ഷിക്കും. പിന്നെ റോബർട്ട് എന്ന് പറയുന്നത് റിട്ടയർഡ് മിലിറ്ററി ഓഫീസ് വിത്ത് സർവൈവൽ ട്രെയിനിങ്. അവർ തീർച്ചയായും ബാക്കിയുള്ളവരെയും കൂടി രക്ഷിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ അവർ തീർച്ചയായിട്ടും രക്ഷിച്ചോളൂ. മിസ്റ്റർ റോബർട്ടിനെ ഞങ്ങൾ എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഹി ഈസ് വെൽ ട്രെയിൻഡ് ഫോർ സർവൈവൽ ട്രെയിനിങ്. Okay. അപ്പോൾ ഹി ക്യാൻ സർവൈവ് ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഹി ക്യാൻ. Doctor, he is to be definitely saved Okay. because he could save the life of. ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് മായ എന്ന് പറയുന്ന കുട്ടിയാണ്. കാരണം ജീവിതത്തിനകത്ത് ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ വേണം നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് രക്ഷിക്കാൻ. ബാക്കിയുള്ളവരൊക്കെ വന്നതിന് ശേഷം വേറെ എന്ത് ചെയ്യുന്നുള്ളതൊക്കെ പിന്നീട് വേണ്ട കാര്യമാണ്. പക്ഷെ ആ കുട്ടിയെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. We would like to save Dr. Adams, as you know, he's a person who is treating cancer, and as cancer is a dreadful disease, there are chances that he can save many more lives. For that reason, we have chosen Adam. Then, of course, Matthew, because he's a child who overcomes the struggle. ഇതിൽ നിന്ന് ക്യൂർ ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. Okay. ഇപ്പം ഇത്രയധികം മെഡിസിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആ കുട്ടിയെ, ഒരു ചെറിയൊരു കുട്ടിയാണ്, അതിനധികം പ്രായമൊന്നുമില്ല, Okay. മറ്റുള്ളൊരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. Okay. അപ്പോൾ ആ ഒരു ഡോക്ടർ, ആദ്യം എന്ന ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ക്യാൻസറിലായതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. Okay. ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. The boy Maya or Matthew, then Victor, and Dr. Adam, of course, if he is rescued, he will save many other lives. Leaving the others in the ship, so definitely Victor will already be saved. So there is a scope. Adam can teach him after he is being saved. But we can just imagine and note that it is not said that they won't be rescued. Some other people will be there to, and it is not the ultimate. It's thinking ship, miracles can happen. No, so റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. I think it explaining what exactly resources help you, how resources is going to help you, how resources is going to be a part of Jyoti Niwas. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ പരിഹരിച്ച് നമ്മളൊരു എല്ലാവരും ഒരേപോലെ അലൈൻഡ് ആയിട്ട് പോകാനായിട്ടുള്ള ഒരു 20 minutes to 30 minutes ഒരു സെഷനാണിത്. സോ വിത്ത് യുവർ പെർമിഷൻ ലെറ്റ് മീ വെൽക്കം അഖിൽ MS. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അഖിൽ. കുറച്ച് പേര് എന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 2 ദിവസമായി അല്ലേ, 3-ാമത്തെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നില്ലേ? 2 ദിവസമായി, 3-ാമത്തെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ചില ആൾക്കാരൊക്കെ റിസോഴ്സ് ചെയ്തിട്ട് 2 ദിവസം മുമ്പായിരിക്കും കേട്ടത്. അതിന് മുമ്പ് ചിലപ്പം പ്രിൻസിപ്പൽ മാഡം ഇങ്ങനൊരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അയ്യോ എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ടാകാം. ഞങ്ങൾ ഈ സെഷൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടുത്തെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം സ്കൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പില്ലറാണ് അല്ലേ. നമ്മൾ എന്ത് മനസ്സിലാക്കുന്നോ, നമ്മളുടെ തലയിൽ എന്താണോ കയറുന്നത് അതുവഴി നമ്മുടെ നാക്ക് വഴി പുറത്തേക്ക് പോകുന്ന കാര്യമാണ് ഒരു കുട്ടിയിലും പേരൻറ്റിലും. അവരാണ് നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കേണ്ട ആൾക്കാർ അല്ലേ. ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും നാളെ പേരൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും കുട്ടികൾ വന്ന് സംശയങ്ങൾ ചോദിക്കുന്ന ഒരിക്കലും ഞങ്ങളുടെ അടുത്തായിരിക്കില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും. ശരിയാണോ അല്ലേ? അപ്പം അവിടെ നിങ്ങൾക്കത് ഗൈഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, മിസ്ലീഡ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നിയുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് നിർത്താം. എൻ്റെ ഒരു ചോദ്യം,
റിസോഴ്സ്യോ എന്ന കമ്പനിയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറയാമോ? ഒരു 5-6 പേരൊന്ന് പറയാമോ? നമ്പൂതിരിയാനെ കണ്ട കഥ അല്ലേ, കേട്ടിട്ടില്ലേ? പഠിപ്പിക്കാറില്ലേ നിങ്ങൾ? നമ്പൂതിരിയാനെ കാണുമ്പോൾ ചെന്നിട്ട് ഇതെന്താടാ തൂണ് പോലെ, അപ്പുറത്തേലും ഇതെന്താടാ ചൂല് പോലെ അല്ലേ എന്ന് പറയുന്ന കൂട്ടാണ്. വേറെ എന്തെങ്കിലും അറിയില്ലേ? 3 ദിവസം ചുമ്മാ ഇരിക്കുകയായിരുന്നേ. കുറേ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്ത് പ്രൊഡക്ട്സ് ആണ് മാഡം? യെസ്. അന്നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയില്ല എന്ന് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ PPT പ്രസന്റേഷൻ ചെയ്യണേക്ക് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഞാൻ സ്റ്റഡി നടത്താനായിട്ട് നോക്കിയിരുന്നു നിങ്ങളുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഞാൻ ഗീതിക മാം അങ്ങനെ എല്ലാവരുടെയും പേരൊക്കെ ഞാൻ അപ്പോൾ തന്നെ പഠിച്ചിരുന്നു. നിങ്ങൾ ഇവിടെ കാണിച്ച ഫോട്ടോ അല്ലാതെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്റ്റഡി നടത്തി. അപ്പം ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ സെക്ടർ മാത്രമല്ല പല ഏരിയാസും കവറപ്പ് ചെയ്യാൻ നോക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ശരി. സ്കൂളിൽ എന്താ ഞങ്ങൾ ചെയ്യുന്നത്? എന്തെങ്കിലും സാറിന് കിട്ടിയോ? സ്കൂളിൽ എനിക്ക് തോന്നുന്നു യു ആർ ഇന്ററാക്ടിങ് വിത്ത് സ്റ്റുഡൻസ് എനിക്ക് തോന്നി നന്നായിട്ട്. ഓക്കെ. അവരുടെ കൂടെ ചിൽ വൈബിൽ നിന്ന് അവരൊന്ന് കൂളാക്കി എടുക്കുന്നത് നന്നായിട്ട്. ഓക്കെ. അക്കാഡമിക്സ് മാത്രമല്ല അവർക്ക് ത്രൂ ദ ഗെയിംസ് ദേ ക്യാൻ സ്റ്റഡി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. അറിയില്ല. അപ്പം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നിടത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ വർക്കിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പരിപാടി പൊളിയും, നിങ്ങൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഫീൽ ഫ്രീ ടു ഡിസ്കസ്. എല്ലാം നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വാക്ക് പറയുന്നില്ല. ചിലതൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റാത്തത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇമീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ജ്യോതിനിവാസിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ 100 നാവോടുകൂടി പറയുക സിസ്റ്റർ ഉദയനെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാരെ ആയിരിക്കില്ല, ഞങ്ങൾ പീറ്ററേട്ടനെ ആയിരിക്കും പറയുക. പീറ്ററേട്ടാ ചെയ്തു തന്ന സ്നേഹത്തിന്, സഹായത്തിനെന്നല്ല ഞങ്ങൾ പറയുന്നത്, സ്നേഹത്തിന് ഞങ്ങൾ കണക്കൊന്നും പറയുകയല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചാൽ സ്നേഹം കാണിക്കണ്ടേ. ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ പീറ്ററേട്ടന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ പ്ലീസ് ജോയിൻ. ഇല്ല ഇത് എന്താ പറയുക, പീറ്ററേട്ടൻ സിസ്റ്ററിൻ്റെയും കൂടെ സ്വത്താണല്ലോ, അതുകൊണ്ട് സിസ്റ്ററും കൂടെ ഒന്ന് വരണം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട്.